ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അങ്ങനെ കൺമണിയെ സഹായിക്കണമെന്നും കൺമണി ഇപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സാഗറിനോടും സുജാതയോടുമായിട്ട് നമ്മുടെ കൃഷി പറയുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവൾക്ക് 15 ലക്ഷം രൂപ കിട്ടണം, ഇല്ലെങ്കിൽ അവളുടെ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. അവൾ ആകെ തകർന്നിരിക്കുക. ഇത് കേൾക്കേണ്ട താമസം സുജാതയും സാഗറിനോട് പറയുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും നമ്മൾ കൺമണിയെ സഹായിക്കണം സാഗർ, നമ്മളെ എല്ലാവരോടും അവളോട് കടപ്പെട്ടിരിക്കുക. വീട് നഷ്ടപ്പെട്ടു പോകാൻ നമ്മളായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. സാഗർ പറയും, ദേവ്ജി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺമണി അഭിമാനമുള്ള കുട്ടിയാ, ഒരു സൗജന്യ സഹായവും സ്വീകരിക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അന്ന് കൺമണിയുടെ അച്ഛൻ വയ്യാതെ കിടന്നപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നു. എന്നിട്ട് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. പക്ഷേ കൺമണി അത് നിരസിച്ചു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ലോണിലുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാം എന്നിങ്ങനെ സാഗർ കൃഷ്ണനോടായിട്ട് പറയുമ്പോൾ കൃഷ്ണൻ അത് കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. താങ്ക് യു പറയുന്നുണ്ട് സാഗറിനോട്. അതോടൊപ്പം കൃഷ്ണൻ കൺമണിയുടെ അച്ഛന്റെ സർജറിയുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. കാശിന്റെ ബുദ്ധിമുട്ട് കാരണം അവരാ സർജറി നീട്ടിക്കൊണ്ടു പോവുക. പിന്നെ കൺമണിയുടെ ഏട്ടത്തി ഒരു പ്രത്യേക ടൈപ്പാ. കൺമണിയെയും അവളുടെ അച്ഛനെയും കഷ്ടപ്പെടുത്താവുന്ന രീതിയിലൊക്കെ കഷ്ടപ്പെടുത്തുകയാണ് അവര്. പാവം കൺമണിക്കും അച്ഛനും ആണെങ്കിൽ ആ വീട്ടിൽ കരയാനേ നേരെ ഉള്ളൂ. ഇതെല്ലാം കേൾക്കുന്ന സാഗറാണെങ്കിൽ സുജാതയോട്, ദേ സുജു, ഈയിടെയായിട്ട് നമ്മുടെ മോനെ കൺമണിയോട് വലിയ കരുണയാണല്ലോ എന്നിങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുമ്പോ നിങ്ങളങ്ങനെ വേണ്ടാത്ത അർത്ഥമൊന്നും കാണണ്ട കേട്ടോ. അവളെന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ, അത്രയും എനിക്കുള്ളൂ. ഒരു നല്ല ഫ്രണ്ടിനെ സഹായിക്കേണ്ടത് ഒരു സുഹൃത്തിന്റെ കടമയല്ലേ എന്നെല്ലാം കൃഷി പറഞ്ഞു കൊടുക്കുമ്പോ സാഗർ കളിയാക്കുന്നുണ്ട്. ഓ പിന്നെ മുമ്പ് എന്തൊക്കെയായിരുന്നു, കൺമണിയെ തല്ലണം, കൊല്ലണം, ജയിലിലാക്കണം, എല്ലാം ഓർമ്മയില്ലേ നിനക്ക് സുജു? സുജുവും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. കൃഷാണെങ്കിലും അതേസമയം കൺമണിയെ പറ്റി താൻ ആ രീതിയിൽ സംസാരിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർത്തു പോവുകയാണ്. കൺമണിയുടെ ദേഹത്ത് തന്റെ വണ്ടി ഇടിക്കുന്നതും അതേ ചൊല്ലി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയതും കൺമണിയെ വെല്ലുവിളിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുജാതയും സാഗറും ആണെങ്കിലും കൃഷ്ണനെ കളിയാക്കി ചിരിക്കുമ്പോ, ഓ ഇത്ര കളിയാക്കാനൊന്നുമില്ല, ഒരബദ്ധമൊക്കെ ഏത് സാഗറിന്റെ മോനും പറ്റും എന്നിങ്ങനെ പറയാണ് കേട്ടോ. കൃഷ് അവിടുന്ന് പോയി കഴിയുമ്പോ സാഗർ സുജാതയോട് പറയുന്നുണ്ട്, സുജു, ഈയിടെയായിട്ട് കൃഷ് കൺമണിയോട് അല്പം കരുണയും സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട്. സാഗർ ഏതിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന സുജാത, സാഗർ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് അല്ലേ? കൃഷും കൺമണിയും നല്ല തിരിച്ചറിവുള്ളവരാ. എവിടെ നിൽക്കണമെന്ന് അവർക്കറിയാം. ശരിയല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു തുടക്കം കണ്ടാൽ അപ്പൊ നമ്മളത് ശ്രദ്ധിക്കും, എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും. കൃഷും മാനസികമായിട്ടുള്ള കല്യാണത്തിന്റെ ഒരുക്കത്തിലല്ലേ നമ്മൾ. സാഗർ ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, ആ അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു പോയി. എന്തായാലും കൺമണിയുടെ ലോണിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ശരിയാക്കി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം നമുക്ക്. അത് വേണമെന്ന് സുജാതയും പറയുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് തന്റെ പദ്ധതികൾ ഒന്നും നടക്കാതെ വരുമ്പോ ആകെ നിരാശനായി നിൽക്കുന്ന വരുണിനെയാണ്. വരുൺ ആ കാര്യം ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്. എനിക്കിപ്പോ ഉറപ്പായി കൺമണിയെ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ ധനലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മിയോടും ചൂടാവുകയാണ് വരുൺ. മിണ്ടി പോരുത്, കൊന്നു കളയുമെന്നൊക്കെ പറയാണ്. വരുൺ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് ധനലക്ഷ്മി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര ഇവൻ ഇത്രയും ഭീകരനായിരുന്നു. എന്തായാലും ധനലക്ഷ്മി പിന്നെയും വരുണിനെ സമാധാനിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. വരുണിന്റെ കയ്യിൽ പിടിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നതും ധനലക്ഷ്മിയുടെ കൈ കൊള്ളുന്നതും വരുൺ ഒറ്റ കരച്ചിലാണ് വേദന എടുത്തിട്ട്. എന്നിട്ട് സ്വയം പറഞ്ഞു പോവുകയാണ് കേട്ടോ, അവൾ അടിച്ച് പരിക്കേൽപ്പിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്റെ ശരീരത്തിലെന്ന്. ആ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിലോ ധനലക്ഷ്മി ഞെട്ടുന്നുണ്ട്. കാരണം കൺമണിയാണ് ഇത് ചെയ്തതെന്നുള്ള സത്യം ധനലക്ഷ്മിക്ക് മനസ്സിലാവുന്നു. ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് വരുണിനോട്, മോനിപ്പോ എന്താ പറഞ്ഞത്? കൺമണി നിന്നെ അടിച്ച് ശരിയാക്കിയെന്നോ? ഞാനൊന്നും പറഞ്ഞില്ലെന്നൊക്കെ വരുൺ പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി വരുണിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മോൻ എന്തായാലും എന്നോട് പറഞ്ഞു, ഈ കാര്യം ഞാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല എന്നൊക്കെ ഉറപ്പും കൂടെ കൊടുക്കുമ്പോ വരുൺ പിന്നീട് ആ കാര്യം അങ്ങോട്ട് പറയാണ്. അതായത് എന്റെ ഈ കോലം കണ്ടല്ലോ, ഇത് കൺമണി അടിച്ചു പൊളിച്ചതായിട്ടതി. അത് കേൾക്കേണ്ട താമസം ഈശ്വരാന്ന് പറഞ്ഞ് കണ്ണും തള്ളി അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ധനലക്ഷ്മി. അപ്പൊ മോനിപ്പോ ആയുസോടെ നിൽക്കുന്നത് വീട്ടുകാരുടെ പുണ്യമെന്ന് വിചാരിച്ചാൽ മതി. കയ്യും കാലും അല്ലേ പൊട്ടിയുള്ളൂ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്നെല്ലാം ധനലക്ഷ്മി പറഞ്ഞപ്പോ ഞാൻ അവളെ വിടില്ല, 1ന് 10 ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, എന്റെ 101 പവനും 10 ലക്ഷം രൂപയും എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം എന്നുകൂടെ വരുൺ ആവശ്യപ്പെടുമ്പോ ഞാൻ 101 തിരിച്ച് 1001 അല്ലല്ല തിരിച്ച് 10,001 പവന്റെ ഈടുള്ള ഒരു സംഗതിയാണ് ഞാൻ അങ്ങോട്ട് തരുന്നതെങ്കിലും ആ പറഞ്ഞത് കേട്ട് വരുണൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട്, കൺമണിയെ എല്ലാവരും കണ്ണിലുണ്ണിയാക്കിയതിന്റെ പിന്നിലുള്ള കാര്യം എന്താ? അവള് സത്യമേ പറയൂ, വലിയ നന്മയുള്ളവളല്ലേ. ആത്മാർത്ഥതയുടെ അവസാന വാക്കാണ് കൺമണി. മരിക്കേണ്ടി വന്നാലും അവൾ ആരെയും ചതിക്കില്ല, 5 പൈസ കൈക്കൂലി വാങ്ങിക്കില്ല. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയാണല്ലോ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആണല്ലോ
അവൾ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയത്. അപ്പോഴേ അവൾ ഏറ്റവും വലിയ വഞ്ചകയാണെന്നും കാശിനു വേണ്ടി സ്വന്തം സ്ഥാപനത്തെ പോലും ഒറ്റിക്കൊടുക്കുന്നവളാണെന്നും ഒരു സ്ഥാപനത്തിലിരുന്നിട്ട് അവരുടെ പ്രോജക്റ്റ് ഇല്ലാതാക്കാൻ മറ്റൊരു സ്ഥാപനത്തിനു വേണ്ടി ഡിസൈൻ ചെയ്തുവെന്നും അതിന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പുറത്തറിഞ്ഞാലോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വരുൺ ഒറ്റയടിക്ക് പറയാണ്, ഇല്ലില്ല, അവള് കൈക്കൂലിയൊന്നും വാങ്ങുകയില്ല. എന്റെ മോനെ, അവള് കൈക്കൂലി വാങ്ങിയ പണം എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. അലിഗയിൽ നിന്ന് ശമ്പളം വാങ്ങുമ്പോ അവള് രഹസ്യമായിട്ട് അലിഗയുടെ ശത്രുക്കൾക്ക് വേണ്ടി വരച്ചു. ഇതെല്ലാം കേട്ട് വരുണാണെങ്കിലും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കൺമണി ഇങ്ങനെ ചെയ്യുമോന്നോർത്ത് വിശ്വസിക്കാനാവാതെ നിൽക്കുന്നുണ്ട് കേട്ടോ വരുൺ. അപ്പോ ധനലക്ഷ്മി പറയും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചതേ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തില് എടുത്തുപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഒരു ബോംബാണ്. അത് ഞാൻ ദേ ഇപ്പോ മോനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതെങ്ങനെ പൊട്ടിക്കണമെന്ന് മോന് തീരുമാനിക്കാം. അതുകൊണ്ട് മോൻ നന്നായിട്ടൊന്ന് ആലോചിക്കേ. വരുണാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ശ്രീനിവാസനോട് യാത്ര ചോദിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശ്രീനിയോ ചോദിക്കുന്നുണ്ട് കൺമണിയോട്, ലോണിന്റെ കാര്യം ഇന്ന് ശരിയാവുമെന്ന്. അത് ഓക്കെ ആണെന്ന് തന്നെ കൺമണി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ആശ്വാസമാകുന്നു. കൺമണി പറയും, അലിഗയിലെ ചീഫ് ഡിസൈനർ എന്ന് വെച്ചാൽ ആരാ? സ്വന്തം മോളുടെ റേഞ്ചേ അച്ഛനാ ഇതുവരെയായിട്ടും അറിയില്ല. ഇന്ന് ഓഫീസിലെത്തുന്നു. ലോണിന്റെ പേപ്പറുകൾ റെഡിയാക്കി ഞാൻ ബാഗിലെത്തിക്കുന്നു. ലോണിന്റെ തുക വീടിന്റെ കുടിശ്ശികയിലേക്ക് മാറ്റാനും പറയുന്നു. അങ്ങനെ ജപ്തി ഒഴിവാകുകയും ചെയ്യുന്നു. എന്നിട്ടോ തീർന്നില്ല. ഞാനും അച്ഛനും കൂടെ ഈ പതിപ്പിച്ചിരിക്കുന്ന നോട്ടീസ് ഉണ്ടല്ലോ അത് ചന്നം ഭിന്നമായിട്ട് വലിച്ചു കീറുന്നു. കൺമണി ഇതെല്ലാം പറയുമ്പോ അതൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്രീനിവാസനും. തുടർന്ന് കൺമണി പറയും, ലോണിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ അച്ഛൻ ഇനി ജോലിക്കൊന്നും പോകണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ ഇനി വീട്ടിലിരുന്നാ മതി. പിന്നെ അടുത്ത മാസം മുതലേ ശമ്പളം കൂടുതലാ. ഞാനൊരു നല്ല TV വാങ്ങി അച്ഛന് മാത്രമായിട്ട് വെച്ചു തരും. അതില് പാട്ടും സീരിയലും സിനിമയും ഒക്കെ കണ്ട് അങ്ങ് ഇരുന്നാ മതി. പിന്നെ സർജറിയും അതും ഞാൻ തന്നെ നടത്തി തരും. ശ്രീനി പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് എനിക്ക് നല്ല സമാധാനം തോന്നുന്നുണ്ട്. എന്നാൽ കൺമണി പറയും, ഇന്നല്ല, സമാധാനം മാത്രമേ അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. അച്ഛന്റെ അഡ്രസ്സ് മാറും. ശ്രീനി, കെയർ ഓഫ് ചീഫ് ഡിസൈനർ കൺമണി. ശ്രീനി പറയും, നിന്റെ പേരിൽ അറിയപ്പെടുന്നതിനെ ഒരു ഭാഗ്യം വേണം മോളെ എന്ന്. പിന്നെ ഏട്ടത്തിയെ കണ്ടില്ലല്ലോ, എവിടെ പോയതായിരിക്കും ചോദിക്കുമ്പോ അവള് വല്ല പലിശയും പിരിക്കാൻ പോയിട്ടുണ്ടാവും. ഏതോ പാവങ്ങളുടെ സ്വർണമോ വസ്തുവോ ഇനി അവളുടെ കയ്യിലാ. കണ്ണിൽ ചോരയില്ലാത്തവള്. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശ്രീനി. ശ്രീനിയോട് പറയും, അതൊക്കെ പോട്ടെ അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. എന്തൊക്കെയാണെങ്കിലും മനോജേട്ടന്റെ ഭാര്യയല്ലേ, നന്നാകുമായിരിക്കും. ഗോകുല് കുറച്ചും കൂടെ വളർന്നു വലുതാവട്ടെ, ഏട്ടത്തി നന്നാവും. പിന്നെ അച്ഛാ, ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വൈകിട്ട് വരുമ്പോഴത്തേക്കും മരുന്നും വാങ്ങിക്കൊണ്ട് വരാം. അങ്ങനെയും പറഞ്ഞ് കൺമണി പോകാൻ തുടങ്ങുമ്പോഴാണ് കൺമണിയുടെ കയ്യിലെ ആ മുറിവിന്റെ കെട്ട് ശ്രീനി ശ്രദ്ധിക്കുന്നത്. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് ചെറിയൊരു മുറിവാ. ഇന്നലെ പച്ചക്കറി അരിഞ്ഞപ്പോ കത്തി നൈസായിട്ടൊന്ന് പാളി, അത്രേ ഉള്ളൂ. എന്നാൽ ശ്രീനി പറയുന്നുണ്ട്, ഈ മുറിവ് കണ്ടപ്പോ ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് അങ്ങോട്ട് പോയെന്ന്. എന്തോ പെട്ടെന്നൊരു വിഷമം. അയ്യേ, ഇത്രയേ ഉള്ളോ എന്റെ അച്ഛന്റെ ധൈര്യം? അച്ഛനൊന്ന് ചിരിച്ചേ. അച്ഛൻ ചിരിച്ചിട്ടേ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്ങനെ കൺമണി പറഞ്ഞപ്പോ ശ്രീനി കൺമണിക്ക് വേണ്ടി ചിരിക്കുന്നുണ്ട്. കൺമണിക്കാണെങ്കിലും അത് കാണുമ്പോൾ സന്തോഷാവുന്നു. ശ്രീനി ആണെങ്കിലും കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇവിടെ വരുണാണെങ്കിൽ ആലോചനയിൽ തന്നെയാണ്. അത് കാണുന്ന ധനലക്ഷ്മിയും, വരുൺ എന്താ ഇത്ര ആലോചിക്കുന്നത്? എന്തായാലും ഞാൻ പറഞ്ഞ രഹസ്യം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് വരുൺ നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഞാൻ തൽക്കാലം പോവാണെന്ന് പറയുമ്പോൾ ധനലക്ഷ്മിയോട് ഫോൺ ചോദിക്കുന്നുണ്ടല്ലോ വരുൺ. ഞാനൊരു നമ്പറിലേക്ക് വിളിച്ചു തരാം, സംസാരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നിങ്ങനെ ആവശ്യപ്പെടുമ്പോ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ധനലക്ഷ്മിയോട് കൃഷിനെ വിളിക്കാൻ പറയാണ് കേട്ടോ വരുൺ. ആ പറഞ്ഞതായിട്ട് ധനലക്ഷ്മി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആരെ വിളിക്കണമെന്ന്? അലിഗയുടെ MD തന്നെ, കൃഷ് സാഗറിനെ. ധനലക്ഷ്മിക്ക് പേടിയാവുന്നുണ്ട് അത് കേട്ടിട്ട്. എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഡിസൈനർ കൺമണി അലിഗയെ ചതിച്ച് BRന് വേണ്ടി ഡിസൈൻ ചെയ്തത് ഇപ്പൊ തന്നെ നമുക്ക് അറിയിക്കണം, അതിനു വേണ്ടിയാ. അതുകൊണ്ട് ഏട്ടത്തി ഇപ്പൊ തന്നെ വിളിക്കാൻ പറയുമ്പോ അത് കൊള്ളാം, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. പക്ഷെ എന്റെ ഫോണിൽ നിന്ന് വിളിക്കണോ? അത് വേണ്ട, ഞാൻ പുറകിൽ നിന്നോളാം, കാര്യങ്ങളൊക്കെ വരുൺ ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് വരുൺ ധനലക്ഷ്മിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതിപ്പോ എന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് എന്റെ ആവശ്യമാക്കി എന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് എന്നെ മണ്ടനാക്കാന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ എന്റെ ചെലവിൽ ഉണ്ണണ്ട. നിങ്ങൾ തന്നെ വേണം കൺമണി അലിഗയെ ചതിച്ച കാര്യം വിളിച്ചു പറയാൻ. ധനലക്ഷ്മി വരുണോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ, ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും കേട്ടോ. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ പണി ചെയ്യുന്നത്. ദേ, ഞാൻ ഡയൽ ചെയ്തു തന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ കൃഷ്ണനോട് സംസാരിച്ചോണം.
ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറയുന്നത്. അവള് ചെയ്ത കാര്യം നമ്മൾ പറയുന്നു. ഈ കല്യാണമോതിരം എനിക്ക് ഇട്ട് തന്നിട്ട് തന്നെ അവൾ എന്നെ ചതിച്ചില്ലേ, നിങ്ങളെ പല പ്രാവശ്യം അവഗണിച്ചില്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ കളിയില് നമ്മൾ ജയിച്ചാൽ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഞാൻ തരും. അത് കേൾക്കുന്നതും ധനലക്ഷ്മിക്ക് ഉത്സാഹമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാന്ന് സന്തോഷത്തോടെ ഏൽക്കുന്നു. അങ്ങനെ കൃഷിനെ വിളിക്കാൻ തുടങ്ങുകയാണ് ധനലക്ഷ്മി. സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. കൃഷ് കോൾ എടുത്ത ഉടനെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഹലോ, ഇത് അലിഗയുടെ MD കൃഷ് സാഗർ അല്ലേ? അതെ എന്ന് പറയുമ്പോൾ, സർ, എന്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. സാറ് ശാന്തമായിട്ട് അത് കേൾക്കണം. പിന്നെ ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്. ഞാൻ ധനലക്ഷ്മിയാണ്, കൺമണിയുടെ ഏട്ടത്തി. തുടർന്ന് പറയുകയാണ്, സർ, ഞാൻ പറയുന്നത് സാറ് വിശ്വസിക്കണം. കൺമണി സാറിന്റെ അലികയെ വഞ്ചിച്ചു. എന്നാൽ കൃഷ് തിരിച്ചു പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഫോണിൽ പറഞ്ഞത് നന്നായി, നേരിട്ടാണെങ്കിലേ നിങ്ങളുടെ പല്ലടിച്ച് കൊഴിച്ചേനെ ഞാൻ. നിങ്ങൾക്ക് കൺമണിയോട് വൈരാഗ്യം ഉണ്ടെന്നറിയാം, നേരിട്ട് ഞാനത് കണ്ടിട്ടുള്ളതാണല്ലോ. കൺമണിയുടെ അച്ഛന്റെ സർജറി വരെ നിങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് തന്നെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. വീട് ജപ്തി ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ, അവൾക്ക് ലോൺ കിട്ടുമെന്ന് അറിഞ്ഞതിന്റെ വൈരാഗ്യമല്ലേ, കൺമണിയുടെ സഹോദരന്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇങ്ങനെയെല്ലാം ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ വെക്കാൻ അലർന്നുണ്ട് കേട്ടോ കൃഷ് ധനലക്ഷ്മിയോട്. എന്നാൽ ധനലക്ഷ്മി പറയും, സർ, ഇങ്ങനെയൊക്കെ സാറ് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആദ്യ അവസാനം വരെ സംസാരിച്ചിട്ടേ കട്ട് ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞത്. സാറ് പറയുന്നതും സത്യവാ, ഞാൻ പറയുന്നതും സത്യവാ. ശരിയാ, ഞാൻ അവളോടുള്ള വിരോധം കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അവളോട് വിരോധം ഉണ്ടെന്ന് വെച്ച് എനിക്ക് സത്യം പറയാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ. അവളോടുള്ള സ്നേഹം കാരണം സാറ് ചിലപ്പോ വിശ്വസിച്ചൊന്നും വരില്ല. പക്ഷെ പറയേണ്ടത് ഞാൻ പറയും. അവള് വഞ്ചകിയാ സാറേ, വഞ്ചകി. അവൾ അലികയെ ചതിച്ചു. അതെങ്ങനെയാന്ന് വെച്ചാ, അലികയ്ക്ക് മുമ്പ് ഒരു ഡൽഹി പ്രൊജക്ട് വന്നില്ലായിരുന്നു. അത് കിട്ടിയത് BR ഡിസൈൻസിന്. BR ഡിസൈൻസിന് വേണ്ടി അത് ഡിസൈൻ ചെയ്തതോ നമ്മുടെ കൺമണി. ഈ പറഞ്ഞത് കേട്ട് കൃഷി ഒന്നും ഞെട്ടുന്നുണ്ട്. ധനലക്ഷ്മി പിന്നെയും പറയും, അതിനവൾക്ക് കൈകൂലിയായിട്ട് കിട്ടിയതേ 10 ലക്ഷം രൂപയാ. എന്തായാലും അങ്ങനെ ഓരോന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് കൺമണിക്കെതിരെ സംസാരിച്ച് കൃഷിന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് കേട്ടോ ധനലക്ഷ്മി. ഇതെല്ലാം കേട്ട് കൃഷാണെങ്കിലും ആകെ വല്ലാതായി പോകുന്നു. ശേഷം അവസാനമായിട്ട് പറയുന്നുണ്ട്, സാറേ, ഞാൻ ഈ പറഞ്ഞതെല്ലാം സാറ് പൂർണ്ണമായിട്ടും അന്വേഷിച്ചിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഇതൊക്കെ അറിഞ്ഞ് കൃഷി ആകെ ഷോക്ക് ആവുന്നുണ്ട്. ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചതുപോലെ തന്നെ നടപ്പിലാകാൻ പോകുന്നത് കണ്ട് വരുണിനും ധനലക്ഷ്മിക്കും സന്തോഷമാവുന്നുണ്ട്. ധനലക്ഷ്മി ഓർമ്മിപ്പിക്കുന്നുണ്ട് വരുണിനെ, എനിക്ക് മുമ്പ് പറഞ്ഞല്ലോ 5 ലക്ഷം രൂപ കൂടെ തരാമെന്ന് പറഞ്ഞത്. അത് എന്ന് തരുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, തരും, ഞങ്ങളുടെ കല്യാണ ദിവസം ആ പണം തരും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പോകുന്നുണ്ട് ധനലക്ഷ്മി. കൃഷാണെങ്കിൽ അതേസമയം കൺമണിയെ പറ്റി ധനലക്ഷ്മി പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും അതേസമയം കൺമണി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന പോലെയാണ്. പിന്നീട് കാണിക്കുന്ന കൺമണിയെ ബലരാമന്റെ അനിയത്തി വിളിക്കുന്നു. ആദ്യം തന്നെ കൺമണിക്ക് അഭിനന്ദനം പറയുന്നുണ്ട് കേട്ടോ. ബലരാമന്റെ അനിയത്തി ചീഫ് ഡിസൈനർ ആയതിന് കൺമണി നന്ദി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ചോദിക്കുന്നുണ്ട്, അല്ല, എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നേ? ഭാഗ്യശ്രീ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ട് കൺമണിയോട് പറയും, കൺമണി എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം. ഒരു സെക്കൻഡ് പോലും കളയാനില്ല. ഓട്ടോയോ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു പൊക്കോ, അല്ലെങ്കിൽ ഓടിക്കോ. പെട്ടെന്ന് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തണം. അതിനുവേണ്ടിയാ ഞാൻ പറയുന്നത്. ശത്രുക്കൾ തൊട്ടടുത്ത് എത്താറായി. ഇതെല്ലാം കേട്ട് കൺമണിക്കും ആകെ പേടിയാവുന്നുണ്ട്. പക്ഷെ എനിക്ക് ശത്രുക്കൾ എന്നിങ്ങനെ ചിന്തിക്കുന്നതും ശത്രുക്കൾ ഉണ്ടോന്നാണോ? വരുൺ, വിദ്യ, ധനലക്ഷ്മി, ഇതൊക്കെ കൺമണിക്ക് അറിയാവുന്ന ശത്രുക്കളാണെങ്കിൽ അറിയാത്ത ശത്രുക്കൾ വേറെയുണ്ട് കൺമണി. അവര് കൺമണിയുടെ പുറകിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് പോ എന്നിങ്ങനെ കൺമണിയോട് പറഞ്ഞു തീരുന്നതും ഭാഗ്യലക്ഷ്മിയെ ഫ്ലവർ വേഴ്സ് കൊണ്ട് അടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ സുമിത്ര. എന്നിട്ട് സുമിത്ര പറയുകയാണ്, ഓ, അപ്പൊ ശത്രു എന്റെ വീട്ടിനകത്ത് തന്നെയായിരുന്നു അല്ലേ? നീയാണ് എന്നെ ചതിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പെട്ടെന്ന് കോള് കട്ടായത് കാണുമ്പോൾ കൺമണി ചിന്തിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പാ. ആ കുട്ടി പറഞ്ഞതുപോലെ ഞാനെന്തോ അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുകയാണോ? കണ്ണമ്മ മാഡത്തിനെ വിളിച്ച് സഹായം ചോദിച്ചേക്കാം എന്നും ചിന്തിച്ചുകൊണ്ട് കൺമണി കണ്ണമ്മയെ വിളിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കണ്ണമ്മ മാഡത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല, പെട്ടെന്ന് പോയേക്കാന്ന് കരുതി കൺമണി ധൃതിപ്പെട്ട് നടന്നു നീങ്ങുന്നതും കൺമണിക്ക് മുന്നിലൂടെ എന്തോ ഒന്ന് വരുന്നുണ്ട്. അതെന്താണെന്ന് കാണിക്കുന്നില്ല. മിക്കവാറും ഗുണ്ടകളുടെ വണ്ടിയായിരിക്കും. കൺമണി അത് കണ്ടിട്ട് ആകെ ഷോക്കേറ്റ പോലെ നിൽക്കുന്നു. എന്തായാലും ഇവിടെ കൺമണി അലികയെ ചതിച്ച കാര്യങ്ങളെല്ലാം സാഗറിന്റെ ചെവിയിൽ എത്തുന്നുണ്ട്. സാഗറൊക്കെ അത് വിശ്വസിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കൺമണിയെ ടെർമിനേഷൻ ലെറ്റർ അടിച്ച് പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ, അതേ മോനെ, അത് തന്നെയാ വേണ്ടത്. പക്ഷെ അത് മാത്രം പോരാ, അവൾക്കെതിരെ നിയമ നടപടി കൂടെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് നീ പോലീസിനെ വിളിക്ക്, അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടട്ടെ. സാഗർ
സാഗറും അപ്പൊ പറയും അതെ ഞാൻ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുക, നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അപ്പോഴേക്കും കൃഷ് അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷിനോടായിട്ടും സാഗർ പറയാണ് നമ്മുടെ കമ്പനി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഞാനും സുജുവും ചേച്ചിയമ്മയൊക്കെ തകർന്നു നിൽക്കുക. നിന്നോട് അതെങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിദ്യ ഇപ്പൊ വന്നിരുന്നു. ആദ്യം അവളെ ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. പക്ഷേ അവള് കമ്പനിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അകത്തേക്ക് കയറ്റി. അവള് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ കരുതി പച്ചക്കള്ളം പറയുകയാണെന്ന്. പക്ഷെ പിന്നീടാ മനസ്സിലായത് അവള് പറഞ്ഞ ഓരോന്നും സത്യമാണെന്ന്. അലിഗയുടെ രക്ഷകയെന്ന് നമ്മൾ കരുതിയ കൺമണി അലിഗയെ തകർക്കാൻ വന്ന ഏജന്റ് ആയിരുന്നടാ എന്നൊക്കെ കൃഷിനെ അറിയിക്കുകയാണ് സാഗർ.